ശബരിമല സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിവാദം കൊഴുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വിവാദവുമായി ബന്ധപ്പെട്ട സ്വർണം കടത്തിയവരൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് മറ്റൊരു വിവാദം ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. NK പ്രേമചന്ദ്രൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗം തന്നെയാണ് ഇതിനാധാരം. ബിന്ദു അമ്മിണിയെയും രഹന ഫാത്തിമയെയും പൊറോട്ടയും ബീഫും നൽകി മല കയറ്റിയ സർക്കാരാണ് അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നാണ് NK പ്രേമചന്ദ്രൻ പറഞ്ഞത്. മറ്റു പല നേതാക്കളും ഇത് നേരത്തെ പറഞ്ഞതാണ്. എന്നാൽ ഞാൻ പറഞ്ഞപ്പോൾ മാത്രം വലിയ വിവാദമാക്കുന്നു എന്ന് പറഞ്ഞ NK പ്രേമചന്ദ്രൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയുമാണ്. NK പ്രേമചന്ദ്രൻ്റെ ബീഫ് പരാമർശത്തിൽ നമ്മൾ തെറ്റായി എന്തെങ്കിലും കാണേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമാണ് അടുത്തതായി നമ്മൾ സംസാരിക്കുന്നത്. നിഷാദ്, NK പ്രേമചന്ദ്രൻ പറഞ്ഞപ്പോൾ മാത്രമാണോ ഇത് വിവാദമായത്? NK പ്രേമചന്ദ്രനാണ് ഇത് ആദ്യം പറയുന്നത്. ഇത് രഹന ഫാത്തിമയെ അല്ലെങ്കിൽ കനകദുർഗയെ, ബിന്ദു അമ്മിണിയെ ശബരിമല കയറ്റിയ സർക്കാർ എന്ന ആക്ഷേപം സർക്കാരിനെതിരെ പലപ്പോഴായി ഉയർന്നു വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട UDF നേതാക്കൾ പലരും അത് ഉന്നയിച്ചിട്ടുണ്ട്, BJP നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ഈ വിശ്വാസ സംഗമയാത്രയോ ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് NK പ്രേമചന്ദ്രൻ പറയുന്നതിൻ്റെ ഭാഷയും അദ്ദേഹം അതിന് ഉപയോഗിക്കുന്ന തന്ത്രവും മറ്റാരും സാധാരണ നിലയ്ക്ക് പ്രയോഗിച്ച് കാണാത്ത ഒന്നാണ്. അദ്ദേഹം പറഞ്ഞു, നോക്കൂ, നമുക്കറിയാം ശബരിമലയിൽ അന്ന് സർക്കാർ സംരക്ഷണത്തോടെ കയറിയ സ്ത്രീകൾ ആരൊക്കെയാണ്? അത് ബിന്ദു അമ്മിണിയും കനകദുർഗയുമാണ്, അല്ലേ? പക്ഷേ NK പ്രേമചന്ദ്രൻ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ബിന്ദു അമ്മിണിയെയും രഹന ഫാത്തിമയെയും ബീഫും പൊറോട്ടയും കൊടുത്ത് സർക്കാർ കയറ്റിയെന്നാണ്. അങ്ങനെ കോംബോ ശ്രദ്ധിക്കണം. ബിന്ദു അമ്മിണിയും കനകദുർഗയും എന്ന് പറയുമ്പോൾ കിട്ടാത്ത ഒരു പ്രത്യേക കോംബോ ബിന്ദു അമ്മിണിയും രഹന ഫാത്തിമയും എന്ന് പറയുമ്പോൾ കിട്ടും. രഹന ഫാത്തിമ ശബരിമല കയറിയിട്ടില്ല. അവർ ശബരിമല കയറി, സർക്കാരിൻ്റെ പോലീസിൻ്റെ കുറച്ച് പിന്തുണ ഉണ്ടായിരുന്നു. പെട്ടെന്ന് സർക്കാരിൻ്റെ വിളി വന്നു, പോലീസ് ശ്രീത്ത് അവരെയും കൊണ്ട് തിരിച്ചിറങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. രഹന ഫാത്തിമയ്ക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ അവിടെ കയറി തൊഴുത ആളുകൾ ബിന്ദു അമ്മിണിയും കനകദുർഗയുമാണ്. അവർ വേണമെങ്കിൽ പേരുകൊണ്ട് ഹിന്ദു മതവിശ്വാസികളായിട്ട് കാണാൻ കഴിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് പറയാൻ അറിയാത്ത ആളല്ല. ബിന്ദു അമ്മിണിയും കനകദുർഗയുമാണ് അവിടെ കയറിയെന്ന് അറിയാത്ത ആളല്ല പ്രേമചന്ദ്രൻ. പക്ഷേ പ്രേമചന്ദ്രൻ പറയുന്നത് ബിന്ദു അമ്മിണിയും രഹന ഫാത്തിമയും കയറി. വെറുതെ അല്ല കയറിയത്, അവർക്ക് ബീഫും പൊറോട്ടയും സർക്കാർ വാങ്ങിച്ചു കൊടുത്തു എന്നാണ്. അവർക്ക് പൊറോട്ടയും ചിക്കൻ കറിയും വാങ്ങിച്ചു കൊടുത്തു എന്നല്ല അദ്ദേഹം പറഞ്ഞത്. പൊറോട്ടയും വെജിറ്റബിൾ കുറുമയും എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ബീഫ് എന്ന് പറയുന്നത് അദ്ദേഹം പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ബിന്ദു അമ്മിണി പറയുന്നു, ഞങ്ങൾക്ക് തന്നെ പൊറോട്ടയും ബീഫും കിട്ടിയിട്ടില്ല, ഞങ്ങളതിനെക്കുറിച്ച് പരാതി കൊടുക്കാൻ പോകുന്നു, സ്പീക്കർക്കും പരാതി കൊടുക്കാൻ പോകുന്നു, പോലീസിനും പരാതി കൊടുക്കുന്നു. എന്ത് ഉത്തരവാദിത്തത്തിലാണ് അദ്ദേഹം അത് പറയുന്നത്? അത് അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ പരമാവധിയിൽ പറഞ്ഞ് വിശ്വാസികളുടെ വികാരത്തെ ഇളക്കി വിടുക, വിശ്വാസികളുടെ വികാരത്തെ ഇളക്കി വിടുന്നതിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ടൂളാണ് ഒന്ന് രഹന ഫാത്തിമ, ഒന്ന് ബീഫ്. ബീഫ് എന്ന് പറയുന്ന സംഗതിയുടെ പേരിൽ ഇന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പീഡ എത്രയാണ് എന്ന് നമുക്കറിയാം. ഒരു മുസ്ലിം വിരുദ്ധതയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സിംഗിൾ ടേമായിട്ട് സത്യത്തിൽ ഇന്ന് ഇന്ത്യയിൽ ബീഫ് മാറിയിട്ടുണ്ട്. നീ ബീഫ് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച് ആരെയും ആക്രമിക്കാൻ കഴിയുന്ന ഒരു പ്രതലം ഇന്ന് ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അയാളുടെ വീട്ടിൽ ബീഫ് സൂക്ഷിച്ചിരുന്നു എന്നതിൻ്റെ പേരിൽ ആരെയും തല്ലിക്കൊല്ലാൻ കഴിയുന്ന സാഹചര്യം ഇന്ത്യയിലുണ്ട്. ബീഫ് എന്ന പ്രയോഗം തന്നെ ഒരർത്ഥത്തിൽ ഇന്ത്യയിൽ ഒരു മുസ്ലിം വിരുദ്ധ വാക്കായിട്ട് പരിണമിക്കുകയാണ്. മുസ്ലിങ്ങളെ ആക്രമിക്കാനുള്ള വാചകമായിട്ട് വാക്കായിട്ട് അത് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനെ പ്രേമചന്ദ്രൻ എടുക്കുകയാണ്. ഇവിടെ കൊണ്ടുവന്ന് ബീഫ് കഴിച്ചിട്ട് ശബരിമലയിൽ കയറി എന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ ഫുഡ് കഴിച്ചിട്ട് ഹിന്ദുക്കളുടെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ കയറി എന്ന വികാരം വർക്ക് ചെയ്യണം എന്ന ഉദ്ദേശം അതിനകത്തുണ്ട്. അദ്ദേഹം ഒരു നിഷ്കളങ്കനൊന്നുമല്ലോ, എത്രയോ കാലമായിട്ട് രാഷ്ട്രീയത്തിൽ പയറ്റുന്ന ആളാണ്. അപ്പോൾ പയറ്റുമ്പോൾ എന്തെടുത്ത് പയറ്റിയാൽ എവിടെ വർക്ക് ചെയ്യുന്ന കാര്യം അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം മാക്സിമത്തിൽ പണിയുന്നതാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കേണ്ട കാര്യം. അത് കേരളത്തിൻ്റെ പൊതുവിടത്തോടും നമ്മുടെ സാഹോദര്യ ജീവിതത്തോടും എന്തെങ്കിലും ഉത്തരവാദിത്തമുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല എന്നാണ് ഞാൻ പറയുക. പണ്ടൊരിക്കലും നമുക്കറിയാം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇതൊരു സുവർണാവസരമാണ്, നാം പ്രയോജനപ്പെടുത്തണമെന്ന്. PS ശ്രീധരൻപിള്ളയായിരുന്നു അന്ന് പ്രസിഡന്റ്. ഇന്ന് അതുപോലെ ഈ സുവർണാവസരത്തെ ഏത് വഴിക്കും ഉലയൂതി കത്തിച്ച് പ്രയോജനപ്പെടുത്താം എന്ന് വിചാരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം ഇത് ആദ്യം കേൾക്കുകയാണ് ബീഫും പൊറോട്ടയും എന്നുള്ളത്. അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. ബിന്ദു അമ്മിണി ഒരു ദലിത് സമുദായ അംഗമാണ്, രഹന ഫാത്തിമ മുസ്ലിമാണ്, ഒപ്പം ബീഫും. ഈ കോംബോ ആലോചിച്ച് നോക്കൂ. കനകദുർഗ ആ ഗണത്തിലൊന്നും പെടുന്ന ആളല്ല, നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ കോംബോ അദ്ദേഹം വർക്ക് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിർഭാഗ്യകരമാണ്, ഒരു നിലയ്ക്കും പിന്തുണയ്ക്കാൻ കഴിയുന്ന കാര്യമല്ല, നിരുത്തരവാദിത്വപരമാണ്. അതെന്താ സംഭവം ചോദിച്ചാലേ, ഈ പിണറായി വിജയൻ വിരുദ്ധത, CPIM വിരുദ്ധതയുടെ പീക്കിലാണ് അദ്ദേഹം ഉള്ളത്. കാരണം അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോൾ ഉണ്ടായ ബഹളം നമുക്ക് ഓർമ്മയുണ്ട്. പിണറായി വിജയൻ അദ്ദേഹത്തെ ആക്ഷേപിച്ച് വിളിച്ച വാക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ പേരിലുള്ള അകലം വല്ലാതെ അദ്ദേഹം കൊണ്ടു നടക്കുകയും എങ്ങനെയും പിണറായി വിജയനെ തീർക്കണം, പിണറായി വിജയനെ ദുർബലപ്പെടുത്തണം, പിണറായി വിജയനെ ആക്രമിക്കണം, അതിന് ഏത് വഴിയും സ്വീകരിക്കാം. ഒരു കാലത്ത് K സുധാകരൻ്റെ വഴി ഇതായിരുന്നു. അദ്ദേഹം RSS കാവൽ എന്ന കഥയൊക്കെ പറഞ്ഞത് നാം കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എപ്പോഴത്തെയും പ്രധാന എതിരാളി എന്ന് പറഞ്ഞാൽ CPM കണ്ണൂരിലെ CPM പിണറായി വിജയനാണ്. അദ്ദേഹം ഇപ്പുറത്ത് എന്ത് വർത്താനം പറയും, ആ വർത്താനം ചിലപ്പോൾ വഴുതി BJP അനുഭാവമാണെന്നുള്ള ആക്ഷേപിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് വരെ പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ തരത്തിൽ CPM തോൽപ്പിക്കുക, പിണറായി വിജയനെ തോൽപ്പിക്കുക, ലെഫ്റ്റിനെ വീഴ്ത്തുക എന്ന ആശയത്തിൽ പണിയെടുക്കുമ്പോൾ അത് കയ്യിൽ നിന്ന് മാക്സിമത്തിൽ ഇടുക
എന്ന് പറഞ്ഞ ഇത് സ്വീകരിക്കുക. നോക്കൂ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര് RSP എന്നാണ്, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. ആ പാർട്ടിയുടെ തലപ്പത്തിരുന്നുകൊണ്ട് അദ്ദേഹം ഈ പണിയെടുക്കുന്നുള്ള അദ്ദേഹം ആലോചിക്കേണ്ട കാര്യമാണ്. സമീപകാലത്തായിട്ട് അദ്ദേഹം സ്വീകരിക്കുന്ന ഇത് നോക്കൂ, അതായത് നരേന്ദ്രമോദിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദി കേരളത്തിലും അടക്കം നടക്കുന്ന എല്ലാ പ്രോജക്റ്റുകളെക്കുറിച്ചും പ്രധാനമന്ത്രിയുടെ ഓഫീസ് എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഭയങ്കരമായ ഭരണ പാഠമുണ്ടെന്ന് പറയുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് കേരളത്തിൽ വെറുപ്പ് മാത്രം വിതറുന്ന സംഘ്പരിവാർ യൂട്യൂബ് ചാനലുകളുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. അവയിൽ കുറേ എണ്ണം സംഘടിതമായി പ്രേമേന്ദ്രനെ പുകഴ്ത്തുന്ന പണിയിലായിരുന്നു ഒരു കാലത്ത്. എല്ലാവരുടെയും കണ്ടന്റ് ഒരേ കണ്ടന്റ്. അതെവിടെ നിന്നാണ്? പ്രേമേന്ദ്രനെ പുകഴ്ത്താനുള്ള തീരുമാനം ഇവരെല്ലാം അവിടെ ഒരുമിച്ചെടുക്കുന്നതിനാണ്. അപ്പോൾ അവർക്ക് പറ്റിയ ആളായിട്ട് അവർക്ക് പ്രേമേന്ദ്രനെ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുഴപ്പം എവിടെയാണ്? പ്രേമേന്ദ്രനിലാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി ചായ കുടിക്കാൻ വിളിക്കുമ്പോൾ അദ്ദേഹം എവിടെ പോയി ഇരിക്കുകയാണ്. അത് പലതരത്തിലെടുക്കാം. വേണമെങ്കിൽ പ്രധാനമന്ത്രി ക്യാൻറ്റീനിൽ ചായ കുടിക്കാൻ വിളിക്കും, വേണം നിഷേധിക്കാതിരിക്കാം. അതൊക്കെ പേഴ്സണൽ കാര്യമാണ്. അതിനകത്ത് പൂർണ്ണമായ രാഷ്ട്രീയമാണെന്ന് പറയാൻ പറ്റില്ല. നോക്കൂ, രാഹുൽ ഗാന്ധി അടക്കം ആക്ഷേപിച്ച് പ്രസംഗിക്കുന്ന, തീവ്രവർഗീയത മാത്രം പറയുന്ന, ഗുജറാത്തിലെ വിരാട രൂപം പ്രധാനമന്ത്രി കാണിക്കണമെന്നൊക്കെ പറയുന്ന, അത്രമേൽ വർഗീയമായി പ്രസംഗിക്കുന്ന കങ്കണ റണാവത്തിനെ വഴിയിൽ കാണുമ്പോൾ അങ്ങോട്ട് പോയി ലോഹ്യം മുതുക്കണം എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? പ്രധാനമന്ത്രി ശരി ക്യാൻറ്റീനിൽ വിളിച്ചു, അവിടെ ഇരിക്കാം. കങ്കണ റണാവത്തിനുള്ള സ്നേഹമൊക്കെ കാണിച്ച് അവരുടെ കൂടെ ഫോട്ടോ എടുക്കണം എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ എനിക്ക് തോന്നുന്നത് പ്രേമേന്ദ്രൻ അദ്ദേഹം നിൽക്കുന്ന പൊസിഷൻ എവിടെയാണോ, ആ പൊസിഷൻ ഏത് രാഷ്ട്രീയത്തെയാണോ വഹിക്കുന്നത്, അതിനോട് ഒട്ടും മാച്ച് ചെയ്യുന്ന തരത്തിലല്ല പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ കാണേണ്ട കാര്യം. ശബരിമലയിലെ വിശ്വാസ സംഗമം സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് ഇരട്ടത്താപ്പാണെന്ന് ആക്ഷേപിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്, അത് ലോജിക്കലുമാണ്. പക്ഷെ അത് സ്ഥാപിക്കാൻ നിങ്ങൾ വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയത പറയരുത്. എന്ന് മാത്രമല്ല, ഈ ഏർപ്പാടിനകത്തുള്ള ഈ ശബരിമല വിവാദവും CPM സർക്കാരും അതിനകത്ത് ഒരു നിലയ്ക്കും കക്ഷിയല്ല കേരളത്തിലെ മുസ്ലിം മൈനോറിറ്റി. അവർക്കൊരു റോളും അതിനകത്തില്ല. അത് ശബരിമലയിലെ വിശ്വാസം CPMകാർ പണ്ടെടുത്ത നിലപാട്, ഇപ്പോൾ മാറ്റിയ നിലപാട്, വിശ്വാസ സംഗമം എന്നൊക്കെ പറഞ്ഞ ഏർപ്പാടാണ്. അതിൽ മുസ്ലിം മൈനോറിറ്റിക്കും അവരുടെ വിശ്വാസത്തിനും അവരുടെ ഭക്ഷണത്തിന് ഒരു റോളും ഇല്ലാത്തതാണ് അവരെ കൂടി വലിച്ചടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതുവരെ ആരും ചെയ്യാത്ത പരിപാടിയാണ്. ആ പരിപാടി പ്രേമേന്ദ്രൻ ചെയ്യുന്നത് എല്ലാവരോടുള്ള വഞ്ചനാപരമായ സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനതിനെ കാണുക. CPM ഇത് യോജിക്കാൻ കഴിയാത്ത കാര്യം. CPM ആലോചിക്കേണ്ടത് ജയിക്കാനും പറയുന്നത് സ്ഥാപിക്കാനും നിങ്ങൾ വാവിട്ട് എന്ത് വഴിയും പറയരുത്. നമുക്കറിയാമല്ലോ, നിലമ്പൂരിൽ ഇലക്ഷൻ നടക്കുമ്പോൾ കേരളത്തിലെ ഒരു മതസംഘടന പഹൽഗാം ആക്രമണത്തെ പിന്തുണച്ചവരാണ് എന്ന നിരുത്തരവാദ സമീപനം എന്ന് വെച്ചാൽ ജയിക്കാൻ എന്തും പറയാം, എന്ത് ഇറസ്പോൺസിബിൾ കാര്യം പറയാം, എന്ത് വർഗീയതയും പറയാം എന്ന ലൈൻ ഒരു ഘട്ടത്തിൽ CPM എടുത്തു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ മോശം കളിക്കിറങ്ങുമ്പോൾ അപ്പുറത്തുനിന്ന് നിങ്ങൾ ഏറ്റവും മോശമായി പ്രതീക്ഷിക്കണം. പക്ഷേ ഇതിൻ്റെ എല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമ്മളാണെന്ന പ്രശ്നമുണ്ട് എന്നതും കൂടി പറയുകയാണ്. അതുകൊണ്ട് പ്രേമേന്ദ്രൻ ഒരു മിടുക്കായിട്ട് എടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നേതാവ് സാഹിബ്, നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ NK പ്രേമേന്ദ്രൻ്റെ പ്രസ്താവന എങ്ങനെയാണ് വായിക്കുന്നത്? NK പ്രേമേന്ദ്രൻ പറഞ്ഞാൽ, നിഷാദ് പറഞ്ഞാൽ അദ്ദേഹം ഒരു വിപ്ലവ സോഷ്യലിസ്റ്റാണ്, ചില്ലറക്കാരനൊന്നുമല്ല. അദ്ദേഹം ഏതൊക്കെ നിലക്കുള്ള മുസ്ലിം വിരുദ്ധമോ വർഗീയമായ സമീപനമോ എടുക്കുന്ന ആളാണെന്നും എനിക്ക് അഭിപ്രായമില്ല. ഒരു മികച്ച പാർലമെൻറ്റേറിയനാണ്. മികച്ച പാർലമെൻറ്റേറിയനുള്ള പല അവാർഡുകൾ മേടിച്ചിട്ടുള്ള ആളാണ്. കൊല്ലത്ത് സ്ഥിരമായ സീറ്റ് അദ്ദേഹം നിലനിർത്തുന്നുണ്ട്. ജനങ്ങളുമായിട്ട് കണക്റ്റുള്ള ഒരാളാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇവിടെ ഈ പറഞ്ഞാൽ എന്തിനാണ് ബീഫ് പിക്ക് ചെയ്യുന്നതെന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. അതിപ്പം ഒന്ന് ആലോചിക്കുക. നിഷാദ് പറഞ്ഞ അദ്ദേഹം ബോധപൂർവം പിക്ക് ചെയ്തതാണ് ആയിരിക്കാം. ഇനി ഒരാളങ്ങനെ ബോധപൂർവം പിക്ക് ചെയ്യേണ്ട എന്ന് വിചാരിക്കാൻ അബോധത്തിൽ ഇതങ്ങ് വരും. കാരണം ആ ഒരു അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ് ആളുകൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ പല നേതാക്കന്മാരുടെയും നമ്മൾ വളരെ പ്രധാനപ്പെട്ടവരെന്ന് കരുതുന്ന ഓർമ്മയുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരൻ മന്തി എന്ന് കേൾക്കുമ്പോൾ പിന്നെ കുറച്ച് നല്ല പേരാകാമായിരുന്നു. ഒരു വൃത്തിയായിട്ട വാക്കാണ് ഉപയോഗിക്കുന്നത്. ഏതാണ് എനിക്ക് തുരപ്പനെലി തുരപ്പനെലിയാണ് തോന്നുന്നത് പറഞ്ഞിട്ട് എഴുതുന്നുണ്ട്. അപ്പം അതിന് ആദ്യം പോയി ലൈക്ക് ചെയ്യുന്ന ഒരാൾ സുനിൽ പി ഇളയിടാണ്. അത് കാണുമ്പോഴേക്ക് ലൈക്ക് ചെയ്യാൻ സുനിൽ പി ഇളയിടത്തിനൊക്കെ തോന്നുന്നൊരു ഒരു സംഗതി ഉണ്ടല്ലോ, ആ ഒരു ടെംപ്റ്റേഷൻ. ഈ ഒരു ടെംപ്റ്റേഷൻ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് രഹന ഫാത്തിമയെ പിക്ക് ചെയ്യുന്നു, ബീഫിനെ പിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഒരു സുബോധത്തോടുകൂടി നിൽക്കേണ്ടത് മനുഷ്യന്മാർ. മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്ന അതിൻ്റെ ഫ്ലേവറുകൾ, അതിൻ്റെ ഉരുപ്പടികൾ, അതിങ്ങനെ നിരന്തരം ആളുകൾ അതെടുത്ത് ഉപയോഗിച്ച് അത് നോർമലാകുന്നൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു സ്ഥിതിയിൽ രാഷ്ട്രീയ ജാഗ്രത ഇല്ലാത്ത ആളുകൾക്ക് ഇത്തരം പിഴവുകൾ സംഭവിക്കും. പിന്നെ പ്രേമചന്ദ്രൻ ഇപ്പോൾ അത് തിരുത്തില്ല എന്ന് പറയുന്നത് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? അദ്ദേഹത്തിനൊരു പിഴവ് സംഭവിച്ചതല്ല എന്നുള്ളതാണ്. അദ്ദേഹം ബോധപൂർവം പിക്കുകയാണ്. ഈ രഹന ഫാത്തിമയെക്കുറിച്ച് മുമ്പ് ആ സമയത്ത് രഹന ഫാത്തിമയുടെ ഇരുമുടിക്കെട്ടിൽ സാനിറ്ററി പാഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വാർത്തകൾ വന്നിട്ടുണ്ട്. വാർത്ത എന്നേ പറയാൻ പറ്റുന്നില്ല, ഫോർവേഡുകൾ വന്നിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത്? അത് പരമാവധി ഇതിനെ കത്തിക്കാനാണ് അതിൻ്റെ ഇത്. ഇപ്പോൾ ശബരിമല വിഷയത്തിൽ ഞാൻ വ്യക്തിപരമായി ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അതിൽ സുപ്രീം കോടതിയിൽ
ഇന്ദു മൽഹോത്ര എടുത്ത നിലപാടാണ് ശരിയായ നിലപാടെന്ന് വിചാരിക്കുന്ന ആളാണ്. കാരണം ഈ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലെ സെക്യുലറിസം എന്താണ്, ഈ ഈ ഒരു ക്ലാസിക്കൽ സെക്യുലറിസം അല്ല ഇന്ത്യയിലെ സെക്യുലറിസം എന്ന് പറയുന്നത്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സെക്യുലറിസമാണ്. അപ്പോൾ ആ ഫ്രെയിം വർക്കിൽ നിന്നാണ് ഇന്ദു മൽഹോത്ര വിഷയത്തെ സമീപിക്കുന്നത്. അവരെന്താണ് ശബരിമലയിൽ നിലവിലുള്ള സ്ത്രീ പ്രവേശന വിലക്കെന്നതിന് പറയാൻ പറ്റില്ല, ഒരു ഗിവൺ ഏജ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ യുവതീ പ്രവേശന വിലക്കെന്ന് പറയുന്ന ആ സംഗതി അത് സ്പെസിഫിക്കായിട്ട് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊരു ക്ഷേത്രാചാരമാണെന്നും അതിൽ സ്റ്റേറ്റ് കൈകടത്തുന്നത് സ്റ്റേറ്റിൻ്റെ ഒരു എക്സസ് ഓഫ് പവറാണ് എന്ന് നിരീക്ഷിക്കുകയും വിശ്വാസ സ്വാതന്ത്ര്യത്തിന് മേലുള്ള സ്റ്റേറ്റ് അന്യായമായ കയറ്റിലാണ്, അത് വേണ്ട എന്ന് പറഞ്ഞ് ഡിസൻ വേഡിക്റ്റ് എഴുതിയ ഇന്ദു മൽഹോത്രയ്ക്കൊപ്പമാണ് ഞാൻ പേഴ്സണലി നിൽക്കുന്നത്. അപ്പോൾ ആ വേഡിക്റ്റ് വന്ന ഉടനെ അത് നടപ്പിലാക്കാൻ വേണ്ടി LDF സർക്കാർ കാണിച്ചിട്ടുള്ള അമിതാവേശം, അത്യാവേശം, അത് അവരുടെ സെക്യുലറിസത്തെക്കുറിച്ച് ക്ലാസിക്കൽ കാഴ്ചപ്പാടൊന്നും ഉണ്ടാവുന്നതാണ്. ഒരു ലെഫ്റ്റ് സെക്യുലർ കാഴ്ചപ്പാടുണ്ട്, അത് ഇന്ത്യൻ സെക്യുലറിസമായിട്ട് ചേർന്ന് നിൽക്കുന്നില്ല. ആ അമിതാവേശത്തിൻ്റെ പേരിൽ അവർ പിഴയൊടുക്കേണ്ടി വന്നു. അവരിപ്പോൾ തെറ്റ് തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വേറെ വിഷയം. അപ്പം ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ സർക്കാരും CPM സ്വീകരിച്ച സമീപനങ്ങളെ UDFന് രാഷ്ട്രീയമായി എതിർക്കാം, നിശ്ചയമായിട്ടും എതിർക്കാൻ. അത് അവരുടെ റൈറ്റാണ്, അവരുടെ രാഷ്ട്രീയമാണ്. പക്ഷേ ആ ഒരു രാഷ്ട്രീയം പറയുമ്പോൾ ആ രാഷ്ട്രീയത്തെ തന്നെ റദ്ദു ചെയ്യുന്ന സ്വഭാവത്തിലുള്ള ആ കോണ്ടെക്സ്റ്റിന് ആവശ്യമില്ലാത്ത പദാവലികൾ. ഇപ്പോൾ ബീഫ് എന്ന് പറയുന്നൊരു പദം ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അത് പ്രവഹിപ്പിക്കുന്ന അർത്ഥം എന്താണെന്ന് നിഷാദ് പറഞ്ഞു. അപ്പോൾ ബീഫ് കയ്യിലോ വയറ്റിലോ ഉള്ള ഒരാളെ തല്ലിക്കൊല്ലാം എന്നുള്ളതാണ് അത് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന മാനവികവാദികളുടെ ഭാഗത്തുനിന്ന് പോലും വരുന്ന പ്രതികരണം എന്തായിരിക്കും എന്നറിയോ? അയ്യോ, അങ്ങേര് ബീഫാണ് കഴിച്ചത്, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്നാണ് ചോദിക്കുക. അയ്യോ, അങ്ങേര് എന്തിനാണ് തല്ലിക്കൊല്ലതെന്നല്ല ചോദിക്കുന്നത്. അങ്ങേര് മട്ടനാണ് കഴിച്ചിരുന്നതെങ്കിലോ? അഖിലാഖിൻ്റെ കേസിൽ വന്ന് നോക്കൂ, ടൈംസ് ഓഫ് ഇന്ത്യയാണ് ആ വാർത്ത ഇംഗ്ലീഷ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ ആ വാർത്തയ്ക്ക് താഴെ വന്ന ആയിരക്കണക്കിന് കമൻറ്റ്സ്. മനസ്സിലാവും, ടൈംസ് ഓഫ് ഇന്ത്യ വായിക്കുന്ന ഇംഗ്ലീഷിൽ കമൻറ്റ് ചെയ്യുന്നവരാരായിരിക്കും? ഒരു എഡ്യൂക്കേറ്റഡ് എലീറ്റ്സാണ്. അതിൽ വന്ന കമൻറ്റുകളിൽ മഹാഭൂരിപക്ഷവും അയ്യോ അത് മട്ടനായിരുന്നെങ്കിലോ, നിങ്ങളത് നോക്കിയായിരുന്നോ, നിങ്ങൾക്ക് എന്താ ഉറപ്പ്? ഏതാണ് സഹാനുഭൂതിയുള്ള മാനവികവാദികളായുള്ള അമ്മാവന്മാരുടെ ആകുലത അത്രയേ ഉള്ളൂ. അങ്ങനെ കൊല്ലരുതെന്നുള്ളതല്ല അവരുടെ ആകുലത, അത് നിങ്ങൾ ഉറപ്പ് വരുത്തിയോ എന്നുള്ളതാണ്. ആ നിലയിൽ ബീഫ് എന്ന് പറയുന്ന വാക്ക് ഇങ്ങനെ ഒരു അപകട സാധനമായി നിൽക്കുന്ന ഒരു കോണ്ടെക്സിലാണ് രഹന ഫാത്തിമയെ സർക്കാർ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ബീഫും പൊറോട്ടയും മേടിച്ചു കൊടുത്തു എന്ന് ഒരു വിപ്ലവ സോഷ്യലിസ്റ്റ് പ്രസംഗിക്കുന്നെങ്കിൽ അത് തോന്നിയാസാണ്. അദ്ദേഹം തിരുത്തുക എന്നുള്ളതാണ് മാന്യത. എന്തായാലും പഞ്ചിന് വേണ്ടി ഇതുപോലുള്ള കോംബോയൊക്കെ പറയുമ്പോൾ NK പ്രേമചന്ദ്രനെ പോലെയുള്ള ആളുകൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്നത് പോലെ ഏറിൽ നിൽക്കേണ്ടി വരും എന്ന് മാത്രമേ പറയാനുള്ളൂ.